പറയുന്ന ഞാൻ കാര്യം പ്രതീക്ഷയിലേക്കും ഒപ്പം അരുൺ പാറക്കലിലേക്കും എത്താം. ഇപ്പോൾ അലോഷി സേവർ ടെലിഫോൺ ലൈനിലുണ്ട്. ഇതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഏത് തരത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? തൃപ്തികരമായ രീതിയിലാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഇന്ന് പോലീസ് പിടിയിൽ ആക്കിയിട്ടുള്ളത് ഇതിന്റെ മുഖ്യപ്രതിയാണ്, അഖിൽ എന്നയാളാണ് എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ പേര് വിവരങ്ങൾ, പാർട്ടി ബന്ധങ്ങൾ അടക്കമൊന്നും ഡിവൈഎസ്പി ഇന്ന് വ്യക്തമാക്കുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ നമ്മളത് കണ്ടതുമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ നിലവിൽ അന്വേഷണം പോകുന്ന രീതിയെ കാണുന്നത്? അല്ല, ഈ അന്വേഷണം അതിന്റെ തുടക്കഘട്ടം മുതൽ വലിയ നിഗൂഢതകളുമായി നിറഞ്ഞ രീതിയിലാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത്. കാരണം SFI പ്രവർത്തകരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പാർട്ടിക്ക് സംരക്ഷിക്കേണ്ടുന്ന ആളുകളുടെ പട്ടിക അവരുടെ കയ്യിൽ നിലവിലുണ്ട്. കാരണം ഇന്ന് സംഭവം നടന്ന് 12 ദിവസമാകുമ്പോൾ ആ വിദ്യാർത്ഥികൾ ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത SFI നേതാക്കന്മാരെ തുടക്കഘട്ടം മുതൽ സംരക്ഷിച്ചു പോകുന്ന ഒരു സമീപനമാണ് ആ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പിന്നീട് അന്വേഷണം നടത്തുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവർ ഇപ്പൊ 4 SFI വിദ്യാർത്ഥികളെ പുറത്താക്കിയും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് ഒരു ഘട്ടത്തിൽ SFI പറയുകയും ഒപ്പം അവിടെ ഇതിലെ മുഖ്യ പ്രതികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന SFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന, അതുകൊണ്ട് പോലീസിന്റെ കടിഞ്ഞാൺ നിലവിൽ CPM പാർട്ടിയുടെ കയ്യിലാണ്. CPM പാർട്ടി സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥകൾ എല്ലാം പുറത്തേക്ക് വരുമെന്ന് യാതൊരു രീതിയിലേക്കുള്ള ഒരു ചിന്തയും KSUവിനില്ല. അതിൽ ഒരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കുന്നു, ഇതിൽ പ്രതികളായിട്ടുള്ള SFIക്കാരെ സംരക്ഷിക്കുന്ന സമീപനം അത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കും എന്നത് മാത്രം പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുക. അല്ല, ഇതിൽ 4 പേർ മാത്രമാണ് SFIയുമായി ബന്ധമുള്ളവർ എന്ന തരത്തിലേക്കൊക്കെയുള്ള SFIയുടെ നേതൃത്വത്തിന്റെ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുമുണ്ട് എന്നത്? ഒരിക്കലുമല്ല. കാരണം ഇതിൽ പറഞ്ഞ സസ്പെൻഡ് ചെയ്തിട്ട് 4 വിദ്യാർത്ഥികളെ SFIയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോഴും ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പിതാവ് പല ആവർത്തിനെ പറഞ്ഞ ഒരു പേരുണ്ട്, സിംജോ എന്ന് പറയുന്ന ഒരു SFI നേതാവിന്റെ പേര്. അത് ഒരിടത്തും പരാമർശിക്കപ്പെടുന്നില്ല. അല്ല എങ്കിൽ SFI നേതൃത്വം അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതേപോലെ നിരവധിയായിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ വലിയ ബോണ്ട് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുക. അപ്പൊ അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് 4 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്, SFIയുടെ സംരക്ഷണത്തിലാണ്, അവിടുത്തെ CPMന്റെ സംരക്ഷണത്തിലാണ്. അതിന് എന്ത് വന്നു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിട്ട് പോകരുത് എന്ന് മാത്രമാണ് KSUവിന് പറയാനുള്ളത്. ശരി, അതാണ് KSU പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും പ്രതികളെ മുഴുവൻ പിടികൂടുകയും ചെയ്തില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് KSU പോകും എന്നുള്ളതാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ 24നോട് വ്യക്തമാക്കുന്നത്.